പിന്നെന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് റോഡ് മൊത്തം കുഴിയായിരുന്നു. മൊത്തത്തിൽ ഒന്ന് പണി വരുന്നത് മുഴുവൻ കുഴിയിൽ വീണത്. ഞാൻ 6.2 ആണ് എൻ്റെ ഇത്ര ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ഗ്യാപ്പ് ഉണ്ട് ഹെഡ് റൂം മുകളിൽ. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മെറിന് വേണ്ടിയിട്ട് ഒരു നാനോ കാർ വാങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മളെ സ്വിഫ്റ്റ്. ഇതാണ് സ്വിഫ്റ്റ് ഇവൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഗിയറുള്ള വണ്ടി ഓടിക്കാൻ പറ്റില്ല, എനിക്ക് ഒരു ചെറിയൊരു ഓട്ടോമാറ്റിക് കാർ ഇട്ട് ഞാൻ ഓടിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിലുള്ള ഒരു കാർ നോക്കി അവസാനം എൻ്റെ ഒരു ദിവസം ഒരു നാനോയിൽ കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കി. അപ്പോൾ സംഭവം പുറത്തുനിന്ന് കാണുന്നതല്ല നാനോ, അകത്ത് വിശാലമായ ഷോറൂമാണ് ഞങ്ങൾക്ക് അന്ന് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു നാനോ വാങ്ങി. അതിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം, നമ്മുടെ നാനോനെ കാണാം. അപ്പോൾ കിടക്കുന്നതാണ് നമ്മുടെ നാനോ കാർ, കണ്ടാ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളും ഇതെല്ലാവർക്കും അറിയണത് തന്നെയാണ്, പക്ഷെ നമ്മൾ മേടിച്ചപ്പോൾ നമ്മൾ പറയണമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നല്ലൊരു പർപ്പിൾ കളറാണ് കേട്ടോ, നല്ല ക്യൂട്ട് കളറാണ് കണ്ടാ. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയിൽ മേടിച്ചത്. സംഭവം എനിക്ക് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ 6.2 ആണ് എൻ്റെ ഇത്ര ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ഗ്യാപ്പ് ഉണ്ട് ഹെഡ് റൂം മുകളിൽ. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞു ടയറുകളൊക്കെ മൊത്തത്തിൽ നല്ലൊരു ക്യൂട്ടാണ് വണ്ടി കാണാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ജസ്റ്റ് പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ വെഞ്ചരിച്ച് വന്നിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്താ, ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക്. നമ്മൾ നാനോനെ വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ് റോട്ടിൽ ഓടുന്ന നാനോകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് കാരണം നമ്മൾ നാനോനെ നമുക്ക് അത്ര പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ നാനോ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ലുക്ക്. നമ്മളൊരു എല്ലാവരും ഒട്ടിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരണല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നാനോൻ്റെ എൻജിൻ വരുന്നത് ബാക്കിലാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ സ്പേസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ കിടിലൻ സ്പേസാണ് ഉള്ളിൽ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ കീ. അപ്പോൾ ഇതിന് സെൻട്രൽ ലോക്കൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അൺലോക്ക് ചെയ്തു. വളരെ ലൈറ്റ് വെയ്റ്റ് ഡോറാണ് കേട്ടോ ഇതിൻ്റെ, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഇപ്പോൾ വേറെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, ചാവി ഇട്ടു. ഓക്കെ, ഞാനിപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 6.2 എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. എന്നാലും എനിക്കും സ്റ്റീറിങ്ങൊന്നും തട്ടുന്നില്ല. പക്ഷെ നമ്മൾ വലിയ കേട്ടൻ അങ്ങനെ സംഭവങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് സ്റ്റീറിങ്ങൊക്കെ എൻ്റെ വയറിനോട് വരെ വന്നിരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇരിപ്പിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല ഹൈറ്റിലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ സ്വിഫ്റ്റിലായി കഴിഞ്ഞാലും കുറച്ച് താഴ്ന്നിട്ട് ഇരിക്കണം. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നല്ല ഹൈറ്റിലിരിക്കണേ. സ്റ്റിയറിങ് നല്ല പവർ സ്റ്റിയറിങ്, നല്ല വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഓടിച്ച് നടക്കും. ഒരു ടോയ് കാർ കൊണ്ടുപോകണ പോലെ നമുക്ക് കൊണ്ടുനടക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു കൺസോൾ ഭാഗം എന്നൊക്കെ വളരെ സിമ്പിളായിട്ടാണ്. ഞാൻ കാണിച്ചു തരാം. അല്ല, ഇപ്പോൾ ബാക്കി മീറ്റർ സംഭവങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കി കുറേ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എ സി നല്ല പവർഫുൾ എ സി ആണ് കേട്ടോ. അതിൻ്റെ എ സി നല്ല പവർഫുൾ എ സി ആണ്. അതുപോലെ ഇതിൻ്റെ കളർ ഇവിടെ കൊടുത്തിട്ടുള്ള ഡാഷിലെ കളറൊക്കെ നല്ല രസമാണ്. ഇത് ഇവിടെ ഒരു ബോക്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. ഇതൊന്നും അധികം സ്പേസ് ഇല്ല, ഇത് ചെറിയ സ്പേസാണ്. പിന്നെ നമ്മുടെ ഈ കോ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്ത് പറഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് നോർമൽ ഒരു വലിയൊരു വണ്ടിയിൽ ഇരിക്കണേക്കാളും കൂടുതൽ സ്പേസ് നമുക്ക് ഇവിടെ തോന്നും. കാരണം നീ അപ്പുറത്ത് വന്നിരുന്നേ ഇരുന്ന് കാണിച്ചു തരും. അപ്പോൾ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ആദ്യം ഓടിക്കണ വരെ നമുക്കൊരു ഇതുണ്ടാവും. ഓടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നല്ല രസമാണ്. ഇത് ആകെ 624 cc ഉള്ള ഈ വണ്ടി. അപ്പോൾ ഫസ്റ്റത്തെ ചെറിയൊരു ലാഗ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ്. കണ്ടോ നോക്കിയാൽ മെറിന് ഇരുന്ന് കഴിഞ്ഞിട്ടും ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ബാക്കിലേക്ക് ഞാൻ ഫുള്ള് ഇറക്കിയിട്ടിട്ടാണ് കേട്ടോ വണ്ടി ഇപ്പം ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും ഫുള്ള് കയറ്റിയിട്ടു, മാക്സിമം കയറ്റിട്ടു അല്ലേ.
ഇത് മാക്സിമം കയറ്റിയിട്ട് കഴിഞ്ഞാലും ഇപ്പോഴും ഇരിക്കാൻ ഇത്രയും സ്പേസ് നമുക്ക് ഈസി ആയിട്ട് ഇരിക്കാം. അപ്പൊ ബാക്കിലെ സ്പേസ് നോക്കിയാ കണ്ട, ഇത്ര സ്പേസ് ബാക്കിലുണ്ട്. അപ്പൊ നമുക്ക് ബാക്കില് ഞാൻ എന്റെ ബാക്കിൽ നിന്ന് ഇരുന്ന് നോക്കിയാ ഓക്കെ. അപ്പൊ ഞാൻ ബാക്കിലേക്ക് മാക്സിമം സീറ്റ് ഇറക്കിയിട്ടാണ് ഞാൻ ഓടിക്കാറ്. അപ്പോൾ അതേപോലെ ഇരുന്നിട്ട് പോലും ഇപ്പോഴും ഇവളുടെ മുട്ട് നമ്മുടെ ഈ സീറ്റ് തട്ടുന്നില്ല. കണ്ട, ഇവിടെ നമുക്ക് അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട് അല്ലേ, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത. അപ്പൊ ഞാനൊക്കെ ഇരിക്കാൻ പറഞ്ഞിട്ടില്ലേ, ആക്റ്റീവ് മാക്സിമത്തിൽ ഞാൻ ഇടാറ്. എന്നാലും നമുക്ക് അത്യാവശ്യം നമുക്ക് 4 ആൾക്ക് നല്ല സുഖമായിട്ട് പോവാം അല്ലേ, ഇതില് സുഖമായിട്ട് പോവാം. അതുപോലെ തന്നെ ബോണറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ബോണറ്റ് നമ്മൾ തുറക്കണത് ഇവിടെ തന്നെ, നമ്മുടെ സാധാരണ വണ്ടികളെ പോലെ തന്നെ ഇവിടെ തുറന്നു. അപ്പോൾ നമുക്ക് ബോണറ്റ് തുറന്നു നോക്കാം. ഇതാണ് ഇതിൻ്റെ ബോണറ്റും കാര്യങ്ങളും, എയർ ഫിൽറ്ററിൻ്റെ സംഭവമാണിത്. ടയർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കണത് ഇതിനുള്ളിലാണ്, നമ്മൾ നോർമൽ പെട്രോൾ അടിക്കുന്ന സംഭവങ്ങൾ ഇതിലാണ്. ബാക്കി വെള്ളം കാര്യങ്ങളും ഓയിലൊക്കെ ഇവിടെ നമ്മൾ നോക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു ഏരിയ ഇവിടെ ഫ്രണ്ട്. അപ്പോൾ ഇതിൻ്റെ ജാക്ക് ഇരിക്കണമെന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ അടിയിലാണ് കേട്ടോ. ഓക്കെ, ജാക്ക് ഇരിക്കണത് ഈ ഒരു ഭാഗത്താണ് അടിയിൽ. കാരണം ഇത് തപ്പി നടക്കണവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ ജാക്ക് ഇരിക്കണത്. നമ്മളിതിൻ്റെ ഡിക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ചാവിട്ട് ഇങ്ങനെ തുറന്ന് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡിക്കിയുടെ സ്പേസ് എന്ന് പറയുന്നത്. ചെറിയ എന്തെങ്കിലും സൂട്ട് കേസ് സംഭവങ്ങൾ ഇങ്ങനെ വെക്കാമെന്ന് മാത്രം. ഞാൻ നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റിയായിരുന്നു, അപ്പോൾ അതാണ് ഈ കിടക്കുന്നത്. ബാക്കി ഇതിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് എൻജിൻ വരുന്നത്. അപ്പോൾ ഇത് അഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ. അപ്പോൾ ഇതാണ് എൻജിൻ്റെ റൂം. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇത്രയുള്ള ഒരു ഇതിനുള്ളിൽ ചെറിയൊരു സ്പേസാണ്. നമുക്ക് വലിയ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, കാരണം ഇത്രയുള്ള ഒരു സ്പേസ്. നമുക്ക് ചെറിയ ചെറിയ ബാഗോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാന്നുള്ള പറ്റുള്ളൂ, അല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റ നാനോ. പിന്നെ നമ്മളിതിൻ്റെ എ സി എന്ന് പറയുകയാണെങ്കിൽ പവർഫുൾ എ സിയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് നല്ല ഇഷ്ടം തോന്നി, കാരണം നല്ല എ സിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത എ സിയാണ്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കുഴപ്പമില്ലാത്ത നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട് ഇതിന്. പിന്നെ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ സൗണ്ടാണ് പലർക്കും ഒരു പ്രശ്നമുള്ളത്. നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സൗണ്ടാണ് എല്ലാവർക്കും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടാണ് ഒരു ഇഷ്യൂ വരുന്നത്. ഓട്ടോറിക്ഷയുടെ സൗണ്ട് എന്നുള്ളൊരു ചീത്തപ്പേര് ഇതിനുണ്ട്. ഇതാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ളൊരു സൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പവർ വിൻഡോ. 2 പവർ വിൻഡോ ആണ് ഉള്ളത്. പവർ വിൻഡോൻ്റെ സ്വിച്ചസ് ഇവിടെയാണ് വരുന്നത്, സെൻട്രലിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണിച്ചേ, ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയാണ് വരുന്നത് കേട്ടോ. പെട്ടെന്ന് നമ്മൾ കൈ എപ്പോഴും ഇങ്ങടെ വരിക, പക്ഷേ ഈ വണ്ടിക്ക് നമ്മൾ ഇവിടേക്ക് തന്നെ കൈ പോകണം. പിന്നെ ഇതിൻ്റെ ഗിയർ നോബിൻ്റെ സംഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഇവിടെ റിവേഴ്സ് സാധാരണ, ഇത് ന്യൂട്രൽ, ഇത് ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവ് മോഡിന് വരാം. ഇവിടെ എന്നാണ് ഓട്ടോമാറ്റിക്. പിന്നെ ഇതിന് മാനുവൽ മോഡിലിട്ടിട്ട് നമുക്ക് ഓടിക്കാനും പറ്റും. അതുപോലെ തന്നെ സ്പോർട്സ് മോഡ് ഞെക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ എ സി നല്ല കലക്കന എ സിയാണ്, രക്ഷയില്ല, നല്ല എ സി ആട്ടാ. ഓക്കെ, അപ്പോൾ അതങ്ങനെ. പിന്നെ മ്യൂസിക് സിസ്റ്റം കുഴപ്പമില്ല. നമുക്ക് ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി സംഭവങ്ങളൊക്കെ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നതാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ബോട്ടിൽ വെക്കാൻ നമുക്ക് ഇവിടെ സ്പേസ് ഇല്ല. ജസ്റ്റ് ഒരു മൊബൈൽ വെക്കാം, അല്ലെങ്കിൽ ഒരു പേപ്പർ വെക്കാം, ഒരു മാഗസീൻ വെക്കാം, അത്രയേ ഉള്ളൂ. കണ്ടില്ല, എൻ്റെ ഒരു കൈ ജസ്റ്റ് ഇറങ്ങും. അപ്പം അങ്ങനത്തെ മൊബൈൽ വെക്കാൻ നമുക്ക് ഇവിടെ വെക്കാം, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്കാണ്. വേറെ കുഴപ്പങ്ങളില്ല. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. പിന്നെ നമ്മുടെ മ്യൂസിക് സിസ്റ്റം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ USB കുത്താൻ പറ്റും. അതുപോലെ ഓക്സിലറി ഉണ്ട്, ബ്ലൂടൂത്ത് ആണ്, അതുപോലെ കോൾ കണക്ട് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ ഇവിടെ ഒരു നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊക്കെ ഒരു പോർട്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ ഒരു ടാറ്റ നാനോൻ്റെ മോഡൽ എന്ന് പറയുന്നത് ടാറ്റ നാനോ ട്വിസ്റ്റ് ST എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. 2017 മോഡലാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു ഇതൊക്കെ പോയിട്ടുണ്ട്, ചെറിയൊരു ഇത് പോയിട്ടുണ്ട്. അതെന്താ പറ്റിയെന്ന് അറിയില്ല. ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് ഇല്ല. നല്ല അടിപൊളി, മുകളിലൊന്നും അഴുക്ക് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. സ്റ്റിയറിങ്ങും നല്ല കുഴപ്പമില്ല, നല്ല സ്മൂത്ത് സ്റ്റിയറിംഗ് ആണ്.
ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്, അവിടെയും ഒരു സ്പീക്കർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ട്രിപ്പിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ. പിന്നെ ഇതിൻ്റെ മിറർ നമ്മൾ പവർ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല, നമ്മളിത് ഇവിടെ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റിംഗ് ആണ്. നമുക്ക് ഇവിടെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയൊരു കുഞ്ഞൻ മിറർ. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാട്ടോ, നല്ല പവർഫുൾ ലൈറ്റാണ്. മുകളിലൊരു ചെറിയൊരു ആൻറ്റീനയൊക്കെ ഉണ്ട്. വേറെ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ വണ്ടി ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് കുഞ്ഞൊരു വണ്ടി നമുക്ക് എവിടെയും കൊണ്ടുപോകാം. അത് ട്രാഫിക്കിലേക്കൊക്കെ നല്ല അടിപൊളി ഒരു സെറ്റപ്പാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. നമുക്ക് എവിടെയും കൊണ്ട് കയറ്റാം, അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇത്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ ഫ്രണ്ടിലാണെന്ന്, അതിപ്പോൾ നമ്മൾ അവിടെ നോക്കി കഴിഞ്ഞാൽ അവർ അടിച്ചോളും. അപ്പോൾ അതാണ്. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒറ്റ വൈപ്പറുള്ളൂ അതിൻ്റെ, സിംഗിൾ വൈപ്പറാണ്. എന്നാലും നമ്മൾ മഴയത്ത് നമ്മൾ ഓടിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതങ്ങനെ. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ പടുത്ത് പറയാനൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാനോൻ്റെ വിശേഷങ്ങൾ. പിന്നെ മെറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് അവളുടെ യൂസർ എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പോൾ അവൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയായിരുന്നു. ഞാൻ അവളോട് ചോദിച്ചു നോക്കാം. മെറിനെ എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ 2-3 ദിവസം, ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുള്ള നമ്മൾ വണ്ടി എടുത്തിട്ട്, അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല സുഖമായിട്ട് ഓടിക്കും. ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല എത്ര പെട്ടെന്ന് പഠിക്കുന്നു. നല്ല സുഖം. നിനക്ക് സ്വിഫ്റ്റ് നീ മാനുവലിൽ ജസ്റ്റ് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തായിരുന്നു, അതൊന്ന് ഓട്ടോമാറ്റിക്കലിക്ക് മാറിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? പരമസുഖം. സ്വിഫ്റ്റ് എപ്പോൾ നോക്കിയാലും ഓഫാവും. അതാണ് പ്രശ്നം ഒന്നാമത്. പിന്നെ ശരിയാവുമായിരിക്കും, അറിഞ്ഞൂടാ. പക്ഷെ എനിക്കെന്തോ ഒരു സുഖമില്ല. ഇതാകുമ്പോ ഒരു കുഴപ്പമില്ല, ടെൻഷനില്ല. മെയിൻ പ്രശ്നം വണ്ടി ഓടിക്കുന്ന എല്ലാവരുടെയും പ്രശ്നം ഓഫാവില്ല എന്ന് പറഞ്ഞാൽ തന്നെ പകുതി കോൺഫിഡൻസ് വന്നു അവിടെ. പിന്നെ ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. നല്ല അടിപൊളി സ്റ്റിയറിങ്, നല്ല പവർ സ്റ്റിയറിങ്. അത് കാരണം നല്ല സുഖം വണ്ടി ഓടിക്കാനും. പിന്നെ ഇരിക്കാനായാലും നല്ല ഹൈറ്റ് ഉണ്ട്. എനിക്കതൊക്കെ ഭയങ്കര കുണ്ടിൽ കാറൊക്കെ ഇരിക്കുമ്പോൾ ഇതാകുമ്പോൾ നല്ല സുഖമായിട്ട് കാണാം. റോഡൊക്കെ നല്ല സുഖമായിട്ട് കാണാം. പണ്ട് എനിക്ക് ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ബോണറ്റ് ഭയങ്കര പ്രശ്നമാണ്. ബോണറ്റ് ഇവളുടെ ഒരു മെയിൻ പ്രശ്നം എന്താണ്, ഇവള് വിചാരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ബോണറ്റ് ഓടിക്കുന്ന എല്ലാവർക്കും ആർക്കും റോഡ് അല്ല, നമുക്ക് ബോണറ്റ് കുറേ എണ്ണത്തിന്റെ കാണാൻ ഏതൊരു സുഖമില്ല, സ്വിഫ്റ്റ് ഏത് സുഖമില്ല കാണാൻ പറ്റും. പക്ഷെ ഇതിലിരുന്നത് തീരെ കാണില്ല ബോണറ്റ്. പക്ഷെ ഇതെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി വണ്ടി കേട്ടോ, സുഖമാണ്. ഞാനിത് ഓടിച്ചിട്ട് പിന്നെ സ്വിഫ്റ്റ് ഓടിക്കുമ്പോൾ എനിക്ക് സ്റ്റിയറിംഗ് ഭയങ്കര ടൈറ്റ് തോന്നാറുണ്ട് സ്വിഫ്റ്റിന്റെ. ഇതിന്റെ ഭയങ്കര സ്മൂത്താണ്. കുഞ്ഞു വണ്ടിയല്ലേ, കുഴപ്പമില്ല. അത്യാവശ്യം എല്ലാവരും ഇപ്പൊ ഇതിന്റെ എല്ലാവരും പറഞ്ഞ പോലെ ടാറ്റയുടെ ഒരു ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാർക്കറ്റിംഗിൽ ഉണ്ടായ ഒരു പ്രശ്നമാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇതൊരു ചീപ്പ് കാർ എന്നുള്ള ഒരു പബ്ലിസിറ്റിയിലാണ് ഇത് ഇറക്കിയത്. അപ്പോൾ ആൾക്കാർക്ക് ഇത് ചീപ്പ് കാർ എന്നുള്ള എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സ്റ്റാറ്റസ് പ്രശ്നമാണെന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് ആൾക്കാർ ഞാനും വന്ന് ചോദിക്കും. പക്ഷെ ഇത് ഓടിച്ചാലേ മനസ്സിലാവുള്ളൂ ഇതിന്റെ നല്ല സുഖമാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ ഒരു ചെറിയ ഫാമിലിക്ക് നമുക്ക് എനിക്ക് തോന്നുന്നത് ബൈക്കൊക്കെ ഇപ്പോഴത്തെ വണ്ടിക്കൊക്കെ എന്തായാലും നല്ല കാശ് വരുന്നുണ്ട്. അതെടുക്കണേക്കാളും കുറച്ചും കൂടി ഒരു ബുള്ളറ്റ്, ഞാൻ സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ് എടുത്തപ്പോൾ തന്നെ 10,90,000 രൂപ. അതിനേക്കാളും കുറച്ചും കൂടി പുതിയ ബുള്ളറ്റ് എടുക്കണേ അല്ല, അതെ ബൈക്ക് എടുക്കണേക്കാളും ഒരു ഫാമിലിക്ക് 4 പേര്. പിന്നെ ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു 10-16 ആ റേഞ്ചിലൊക്കെയാണ് ഇപ്പൊ കിട്ടുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഇവളിപ്പോ ഓടിച്ചു തുടങ്ങിയപ്പോ ഇപ്പൊ കുറവാണ്. ഇപ്പൊ എനിക്കാണ് ഇപ്പൊ ഒരു 12-11 ആ റേഞ്ചിലേക്ക് ഇപ്പൊ കാണിക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ പതുക്കെ ഓടിക്കുന്നുള്ളൂ. കുഴപ്പമില്ല. ആദ്യം ഇപ്പൊ ഇങ്ങനെ കുറച്ച് ഇപ്പത്തിന് സ്പീഡൊക്കെ ആയി തുടങ്ങി. ഫസ്റ്റത്തെ ഗിയർ നമ്മള് ആക്സിലേറ്ററിന് വെക്കേണ്ട ആദ്യം ഒരു പിടുത്തം ഉണ്ടായിരുന്നു. ഇപ്പൊ കാലൊക്കെ ആയിട്ട് ഇണങ്ങി ഒക്കെ സെറ്റായി തുടങ്ങി. ഒരു 10-16 കിട്ടായിരിക്കും മൈലേജ്. ഇപ്പൊ 21 കമ്പനി പറയുന്നത്. എന്നാലും നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മള് ട്രാഫിക്കിലൊക്കെ അവിടെയല്ലേ പോകുന്നത്. അപ്പോൾ ട്രാഫിക്കിലൊക്കെ പോകാൻ പറ്റിയ നല്ല ഒരു കിണ്ണം കാച്ചി വണ്ടി അല്ലേ? കളർ അടിപൊളി കളറാണ്. ഇല്ലാത്തൊരു കളറാണ്. നമ്മുടെ വൈറ്റ് ആണ് എല്ലാവർക്കും കളർ വൈറ്റ്. ഇത് കൊള്ളാം. ഇത് ഇല്ലാത്തൊരു കളറാണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി കളർ. അതെ, പർപ്പിൾ. നമ്മൾ ആദ്യം ഒരു ബ്ലൂ ആണ് നോക്കിയിട്ടായിരുന്നത്, പക്ഷെ അത് കിട്ടിയില്ല. ഇപ്പൊ ഇത് നമ്മളെടുത്തു. അപ്പൊ എന്തായാലും അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ നീ? ഇനിയിപ്പോ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ? ഞാൻ ഓടിച്ചു തുടങ്ങിയില്ലേ? ഓടിച്ചു തുടങ്ങി. ഇപ്പൊ പള്ളിയിൽ നിന്ന് ഇപ്പൊ എടുത്തപ്പോൾ അവൾ തന്നെ എടുത്തത്. പക്ഷെ നമ്മളിരിക്കുമ്പോ അങ്ങനെയാണല്ലോ, നമ്മളിരിക്കുമ്പോ എപ്പോഴും പ്രശ്നമാണ്. കാരണം ഭർത്താക്കന്മാര് പ്രത്യേകിച്ച് അത് ചെറിയൊരു മൈന്യൂട്ട് ഉണ്ടെങ്കിലും പറയും. അത് സ്വാഭാവികമാണ്. പക്ഷെ അവർക്ക് ദേഷ്യം വരും, എനിക്ക് ദേഷ്യം വരും, രണ്ടുപേർക്ക് ദേഷ്യം വരും, അവസാനം അടിയാവും. അതാണ് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മള് ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം. അതാണ് ഭാര്യയും ഭർത്താവും ഡ്രൈവിംഗ് പഠിപ്പിച്ച വീട്ടിലെത്തുമ്പോഴേക്ക് ഏതാണ്ട് തീരുമാനമായി ഉണ്ടാവും. അതെ.
അപ്പോൾ കൂടുതലും വേറെ വല്ല ഡ്രൈവർ ഇൻസ്ട്രക്ടർമാരെ വെച്ചിട്ട് പഠിപ്പിക്കണതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇതിന് കുഴപ്പമില്ല, മാനുവലാകുമ്പോ പ്രശ്നമായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് റോഡ് മൊത്തം കുഴിയായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, മൊത്തത്തിരി ഒന്ന് ഭേദമായിട്ടൊന്ന് പണി വരുന്നത് മുഴുവൻ കുഴിയിൽ വീണാ. അപ്പൊ പിന്നെ ഭയങ്കര ക്ലച്ച് ചവിട്ടി ഭയങ്കര ഭയങ്കര ഇതിനെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു എനിക്ക് തോന്നിയില്ല ആദ്യം ഇത് നമുക്ക് 2 ദിവസം 3 ദിവസം പിടിക്കും ഒന്ന് ഇതിനായിട്ട് സെറ്റ് ആവാനായിട്ട്. കാരണം നമ്മൾ നോർമൽ വണ്ടീനെ അപേക്ഷിച്ചിട്ടുള്ള ആ ഒരു പവർ നമ്മൾ ഇതിന്ന് ഫസ്റ്റ് പ്രതീക്ഷിക്കരുത്. പവർ ഇല്ലാന്നല്ല, നമ്മൾ ഫസ്റ്റത്തെ ഇനീഷ്യൽ ആ ഒരു ലാഗ് ഉണ്ടല്ലോ അതുണ്ട് ഇതിന്. അതിന്റെ IMT ഗിയർ ബോക്സിന്റെ ഒരു സംഭവം ഉണ്ട്, അത് എല്ലാ വണ്ടികൾക്കും ഉള്ളത് തന്നെ. പക്ഷെ അത് നമ്മളൊന്ന് ഇതിലൊന്ന് 2 ദിവസം സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫീൽ ചെയ്യില്ല. ഫസ്റ്റ് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്കത് എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, ചവിട്ടിയാൽ ഞങ്ങൾ ചാടി പോവാന്നൊക്കെ ഭയങ്കര പവർ. ഇവിടെ സ്വിഫ്റ്റിന്റെ കൊടുക്കണ കണ്ടിട്ട് ഇവിടെ അത്ര പ്രതീക്ഷിക്കണം ഈ വണ്ടിയൊന്നും. ഇത് 624 cc ഉള്ളോ. അപ്പൊ ഇത് അത്ര കുഴപ്പമില്ല, നല്ല സുഖമാണ് നമുക്ക്. നമ്മുടെ 2 ദിവസം ആ കാലൊന്ന് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളി സിങ്കായി കാറായിട്ട്. ഇപ്പൊ നല്ലൊരു ഇതായി. അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പൊ ഇതുപോലെ നാനൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എന്താ പറയുന്നത്? ധൈര്യമായിട്ട് എടുക്കാട്ടാ, കാരണം ഒരു കുഴപ്പമില്ല. ഇനി എനിക്ക് ഒരു ഇതിന്റെ പ്രശ്നമുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കിയിട്ടില്ല. കയറ്റത്തിന്റെ കാര്യം ആൾക്കാർ പറയുന്നുണ്ട്, നമുക്കത് ഓടിച്ചു നോക്കിയാൽ തന്നെ അറിയാലോ. അതെനിക്കൊരു പ്രശ്നമുണ്ട്. അത് നമുക്ക് ഇതിൽ മാനുവൽ മോഡ് ഉണ്ട്. നമുക്ക് പിന്നെ ഓവർലോഡൊന്നും വെച്ചിട്ട് പോകാൻ പറ്റില്ല, കാരണം നമുക്ക് അതിനുള്ള ഇതില്ല, വണ്ടിയുടെ കപ്പാസിറ്റി ഇല്ല. അപ്പൊ നമുക്ക് 4 പേർക്കൊക്കെ കുഴപ്പമില്ലാണ്ട് പോകാം. ഞാൻ വണ്ടി വന്നപ്പോൾ 4 പേരായിട്ട് എടുത്തുകൊണ്ട് വന്നത്. അപ്പൊ ഇതൊക്കെ ഇത് നാനോ യൂസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് പറയാം. നാനോ നമ്മള് പറഞ്ഞോളാം, ആരും അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല സത്യത്തില്. നമ്മള് ചെറിയ വണ്ടി സെലേറിയോ അങ്ങനെ നോക്കി അവസാനം ഇതിലേക്ക് എത്തിപ്പെട്ടതാണ്. പിന്നെ ഇപ്പൊ വഴിയിലൊക്കെ നിറച്ച് നാനോ കാണുന്നുണ്ട്. അതാണ് ഒരു നല്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളിപ്പോ ഇത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പൊ ഞാൻ ഇഷ്ടം പോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ഓട്ടോമാറ്റിക് മാനുവൽ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ നാനോന്റെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇതിന്റെ കയറ്റം കയറുമ്പോഴുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്, പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വണ്ടി. എൻ്റെ ഒരു കസിന് നാനോ ഉണ്ട്, അവര് ഇതുപോലെ നല്ല ഹൈറ്റിലുള്ള ആൾക്കാരാണ്. അന്തോണി വിളിച്ച ജോസ് ചേച്ചൻ. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പൊ അവര് 10-13 വർഷമായിട്ട് ഇപ്പൊ എടുത്തിരിക്കുന്ന ടീമാണ്. കാരണം ഇത് ഡിസ്കണ്ടിന്യൂ ആയിട്ട് വണ്ടിയാണ്, എന്നാലും നമുക്ക് നല്ല സുഖമാണ് അവര് പറയണ വണ്ടി ഓടിക്കാൻ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞപ്പോ നമുക്കും കൂടി ഒരു ഉപകാരമായി അല്ലേ? എല്ലാരും ധൈര്യമായിട്ട് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ, ടാറ്റാ, ബൈ ബൈ.